ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് 3 ടൂളുകൾ പരിചയപ്പെടാം. 1 ഡോഡ്ജ് ടൂൾ, 2 ബേൺ ടൂൾ, 3 സ്പോഞ്ച് ടൂൾ. ഈ 3 ടൂളുകൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡോഡ്ജ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് ഏരിയ, നമ്മളിപ്പോൾ ഒരു ഫോട്ടോ, നമ്മളൊരു ഫേസിൽ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ബ്രൈറ്റ്നെസ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും ഈ ടൂൾ ഉപയോഗിച്ചിട്ട്. അതേപോലെ തന്നെ ബേൺ ടൂൾ എന്ന് പറഞ്ഞാൽ ഡാർക്ക് ആക്കാൻ കഴിയും. അതേപോലെ തന്നെ സ്പോഞ്ച് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കളർ കുറയ്ക്കാനും കൂട്ടാനും നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് സാധിക്കും. അതെങ്ങനെയെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. മൈ നെയിം ഈസ് Ratheep, വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് ആദ്യം ഡോഡ്ജ് ടൂൾ നോക്കി നോക്കാം. ഡോഡ്ജ് ടൂള് നമ്മൾ ടൂൾ ബാറിൽ ഈ ടൂളാണ് ഡോഡ്ജ് ടൂൾ എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ ഡോഡ്ജ് ടൂൾ കാണാം, ബേൺ ടൂൾ കാണാം, അതേപോലെ തന്നെ സ്പോഞ്ച് ടൂളും കാണാം. നമുക്ക് ഈ 3 ടൂളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡോഡ്ജ് ടൂൾ എടുക്കുക. ഡോഡ്ജ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ബ്രഷ് നമുക്ക് കാണാൻ കഴിയും, ഒരു റൗണ്ട് രീതിയിലുള്ള. അതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും കീബോർഡിൽ ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസിങ് ബ്രാക്കറ്റുമാണ്. ഓപ്പൺ ബ്രാക്കറ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് വിടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബ്രഷിൻ്റെ സൈസ് കുറയുന്നതായിട്ട് കാണാം. ക്ലോസിങ് ബ്രാക്കറ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ബ്രഷിൻ്റെ സൈസ് കൂടുന്നതായിട്ടും കാണാം. അതല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബാറിൽ ഇവിടെ കാണാം ബ്രഷിൻ്റെ സൈസ് കൂട്ടാനും അതിൻ്റെ ഹാർഡ്നെസ്, അതേപോലെ തന്നെ പല ഷേപ്പിലുള്ള ബ്രഷസ് നമുക്കിവിടെ കാണാം. അത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ഫോട്ടോയിലാണ് നമ്മൾ ചെയ്യുന്നതായതുകൊണ്ട് നമ്മൾ സോഫ്റ്റ് റൗണ്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എക്സ്പോഷർ നമ്മൾ ഇപ്പോൾ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ, അതിൻ്റെ വാല്യൂ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ നമ്മൾ ചെയ്യുന്ന ബ്രൈറ്റ്നെസ്സിൻ്റെ, ഡോഡ്ജ് ടൂൾ എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആ ബ്രഷിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് വലുപ്പം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുക, സൈസ് സെറ്റ് ചെയ്ത് വയ്ക്കുക. എക്സ്പോഷർ നമ്മൾ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും, അതിൻ്റെ ബ്രൈറ്റ്നെസ് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എക്സ്പോഷർ നമ്മൾ കുറച്ച് കൊടുക്കുക, ആവശ്യത്തിന് കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ബ്രൈറ്റ്നെസ് നിങ്ങൾക്ക് ആ സ്കിന്നിൽ, ആ സ്കിൻ ടോണിൽ കാണുന്നുണ്ടാവും. ഇപ്പോൾ ഡാർക്കായ ഏരിയ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രൈറ്റ് ആക്കാം. അപ്പോൾ നമുക്ക് ആ രീതിയിൽ നമ്മൾ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഡോഡ്ജ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രൈറ്റ്നെസ് ആക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ഇത് കണ്ടോ, നമുക്ക് ബ്രൈറ്റ്നെസ് ആയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ബേൺ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോഡ്ജ് ടൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡാർക്ക്നെസ് ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എക്സ്പോഷർ നമ്മൾ വാല്യൂ കുറച്ച് കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഡാർക്കായിട്ട്, സ്കിൻ ടോണൊക്കെ ഡാർക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഡാർക്കാക്കാൻ വേണ്ടി. ഒരു ഏരിയ നമ്മൾ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ ആ ഏരിയ ഫുൾ ഡാർക്കായിട്ട് മാറുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുക, ഈ ഡോഡ്ജ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റ്നെസ് ആക്കാൻ വേണ്ടിയിട്ടും, ബേൺ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക്നെസ്സിൻ്റെ അളവ് കൂട്ടാനാണ്. അപ്പോൾ നിങ്ങളത് ആ ടൂൾ എടുത്ത് യൂസ് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ മൂന്നാമത്തെ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോഞ്ച് ടൂളുണ്ട്. സ്പോഞ്ച് ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കളറിനനുസരിച്ചിട്ട് സ്പോഞ്ച് ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് സൈസ് കാര്യങ്ങളൊക്കെ ഷോർട്ട് കട്ടൊക്കെ അത് തന്നെയാണ്, ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസിങ് ബ്രാക്കറ്റും. അപ്പോൾ അത് യൂസ് ചെയ്ത് ബ്രഷിൻ്റെ സൈസ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ നമുക്ക് സ്പോഞ്ച് ടൂൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സ്പോഞ്ച് ടൂളിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഏത് രീതിയിലാണോ സെലക്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഡീസാച്ചുറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളറ്, ഇപ്പോൾ ഒരു ഇമേജിലുള്ള കളർ കൂട്ടാനും അതേപോലെ തന്നെ കുറയ്ക്കാനും നമുക്ക് കഴിയും. ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ കഴിയും. നമ്മൾ ഏത് ഭാഗത്താണോ കുറയ്ക്കേണ്ട ആ ഭാഗം മാത്രം നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാനും കളറ് കൂട്ടാനും നമുക്ക് കഴിയും. ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റും ഇവർ കളറിലും നമുക്ക് വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഡീസാച്ചുറേറ്റ് സെലക്ട് ചെയ്യുക. ഡീസാച്ചുറേറ്റ് സെലക്ട് ചെയ്തിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് മാത്രം നമ്മൾ
ഇതിൻ്റെ ഫ്ലോ കൂട്ടുകയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതാണ്ടോ ബ്രഷിൻ്റെ സൈസൊക്കെ നമുക്ക് ഇതാക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമുക്ക് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാത്രം നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കിട്ടി. നമുക്കിത് അതേപോലെ തന്നെ കളറിൻ്റെ കുറച്ചും കൂടി കളറൊക്കെ കൂട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഏരിയ കുറച്ച്, ഇപ്പോൾ ഡ്രസ്സിൻ്റെ കളർ കുറച്ച് കളർ കൂട്ടണം എന്ന് വിചാരിച്ചാൽ സ്പോഞ്ച് ടൂൾ എടുക്കുക, ഇതിൽ ഡീസാച്ചുറേഷൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. അതായത് സാച്ചുറേഷൻ ആക്കി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കളറ് ഇപ്പോൾ അതിൻ്റെ ഫ്ലോ ഒരു കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കളറ് കൂട്ടാനും അതേപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാനും നമുക്ക് കഴിയും. ഇപ്പോൾ ഫേസിലൊക്കെ ആക്കുകയാണെങ്കിൽ തന്നെ കളറ് കൂടുതൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാനും അതേപോലെ തന്നെ കളറിൻ്റെ ആ ഒരു ടോണ് കുറച്ച് കൂടുതൽ കൊടുക്കാൻ, സാച്ചുറേഷൻ കൂടുതലാക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് സ്പോഞ്ച് ടൂൾ. അപ്പോൾ ഡോഡ്ജ് ടൂൾ എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ്നസ് കൂട്ടാനും, ബേൺ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാർക്ക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടും, സ്പോഞ്ച് ടൂൾ എന്ന് പറഞ്ഞാൽ കളറിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടാനും അതേപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലാക്കാനും വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ടൂൾ ഉപയോഗിക്കാം. അപ്പോൾ ഈ 3 ടൂൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു പുതിയ ടൂളായിട്ട് കാണാം.